നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കുടൻ. ആദ്യം പ്രധാന വാർത്തകൾ. 150 ഗ്രാം മുന്തിയ ഇനം രാസലഹരിയുമായി ഡാർക്ക് മർച്ചന്റ് എന്നറിയപ്പെടുന്ന ദീപക്കും നോർത്ത് പറവൂർ സ്വദേശിനി ദീക്ഷിതയും കൊടകരയിൽ പോലീസ് പിടിയിൽ. 10 ലക്ഷം രൂപ വിലമതിക്കുന്ന MDMAയുമായാണ് പ്രതികൾ പിടിയിലായത്. ദേശീയപാതയിൽ ശനിയാഴ്ച ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പലൂരിലും പേരാമ്പ്രയിലും വാഹനങ്ങൾ ഏറെ നേരം കുടുങ്ങിക്കിടന്നു. തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലായിരുന്നു ആമ്പലൂരിൽ ബ്ലോക്ക് അനുഭവപ്പെട്ടത്. വലിയ വാഹന നിരക്ക് കുപ്രസിദ്ധി ആർജിച്ച പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് മാർഗനിർദ്ദേശവുമായി ഹൈക്കോടതി. ടോൾ പ്ലാസയിലെ വാഹന നിര 100 മീറ്ററിലധികമാകരുതെന്നാണ് പ്രധാന നിർദ്ദേശം. നടപ്പാക്കിയില്ലെങ്കിൽ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്നതിന് സത്യവാങ്മൂലം നൽകണം. ഹർജി മെയ് 21 വീണ്ടും പരിഗണിക്കുമെന്ന് ഹൈക്കോടതി പറഞ്ഞു. 43 ലക്ഷം രൂപയിൽ നവീകരിക്കുന്ന തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ KR ബാബു സ്മാരക റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. SSKയുടെ സ്റ്റാൾസ് പദ്ധതി പ്രകാരം ചെമ്പുച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന വർണ്ണകൂടാരത്തിന്റെ ശിലാസ്ഥാപനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. കുടുംബശ്രീ കൊടകര ചാലക്കുടി ബ്ലോക്ക് ക്ലസ്റ്റർ അരങ്ങ് 2025 സമാപിച്ചു. ഓവർ റോഡ് ചാമ്പ്യന്മാരായി പുതുക്കാട് CDS. വാർത്തകൾ വിശദമായി. 150 ഗ്രാം മുന്തിയ ഇനം രാസലഹരിയുമായി ഡാർക്ക് മർച്ചന്റ് എന്നറിയപ്പെടുന്ന ദീപക്കും നോർത്ത് പറവൂർ സ്വദേശിനി ദീക്ഷിതയും കൊടകരയിൽ പോലീസ് പിടിയിൽ. 10 ലക്ഷം രൂപ വിലമതിക്കുന്ന MDMAയുമായാണ് പ്രതികൾ പിടിയിലായത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി മയക്കുമരുന്നിനെതിരെ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം തൃശൂർ റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും കൊടകര പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കൊടകര മേൽപ്പാലത്തിന് സമീപം വെച്ചാണ് മാരക രാസലഹരിയായ MDMAയുമായി 2 പേരെ പിടികൂടിയത്. ഇരിങ്ങാലക്കുട വെള്ളാങ്ങല്ലൂർ കല്ലക്കുന്ന് ചിറയിൽ വീട്ടിൽ 30 വയസ്സുള്ള ദീപക് രാജു, എറണാകുളം നോർത്ത് പറവൂർ മൂത്തങ്കുന്ന് സ്വദേശിനി 22 വയസ്സുള്ള ദീക്ഷിത എന്ന യുവതിയുമാണ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നുമാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചത്. തൃശൂർ ഇരിങ്ങാലക്കുട ഭാഗത്തെ പ്രധാന ലഹരി വിൽപ്പനക്കാരനായ ദീപക് മുൻപും ലഹരി മരുന്ന് കേസിൽ പിടിയിലായിട്ടുണ്ട്. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷവും ഇയാൾ ലഹരിക്കടത്തും വിൽപ്പനയും തുടരുകയായിരുന്നു. ചില്ലറ വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മുന്തിയ ഇനം രാസലഹരിയാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. തൃശൂർ റൂറൽ ജില്ലയിലെ ഏറ്റവും വലിയ രാസലഹരി വേട്ടകളിലൊന്നാണിത്. പ്രതികൾ ഉൾപ്പെടുന്ന ലഹരി സംഘത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. റൂറൽ DCP DYSP ഉല്ലാസ് കുമാർ, ചാലക്കുടി DYSP K സുമേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ N പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള CR പ്രദീപ്, PP ജയകൃഷ്ണൻ, സതീശൻ മടപ്പാട്ടിൽ, ഷൈൻ TR, PM മൂസ, സൂരജ് വിദേവ്, ലിജോ ഇയാനി, റെജി AU, ബിനു MJ, ബിജു CK, ഷിജോ തോമസ്, സോണി PX, ഷിൻഡോ KJ, നിഷാന്ത് AB എന്നിവരടങ്ങിയ റൂറൽ ഡാൻസ് ഓഫ് സ്ക്വാഡും കൊടകര ഇൻസ്പെക്ടർ ദാസ് PK, ASIമാരായ ബൈജു MS, ജ്യോതിലക്ഷ്മി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബെന്നി KP, സിവിൽ പോലീസ് ഓഫീസർ ആഷിഖ് എന്നിവരും ചേർന്നാണ് മയക്കുമരുന്നും പ്രതികളെയും പിടികൂടിയത്. മയക്കുമരുന്ന് വിതരണ മേഖലയിൽ ഡാർക്ക് മർച്ചന്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ദീപക് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ 2021 10 കിലോ കഞ്ചാവ് കടത്തിയതിന് പിടിയിലായി ജാമ്യത്തിലിറങ്ങിയ ആളാണ്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടതിനെ തുടർന്നാണ് അന്ന് പിടിയിലായത്. പിന്നീടും നിരവധി തവണ ഹാഷിഷ് ഓയിലും കഞ്ചാവുമായി ഇയാൾ പിടിയിലായിട്ടുണ്ടെങ്കിലും ജയിലിൽ നിന്നും പുറത്തിറങ്ങി ലഹരി വിൽപ്പന തുടർന്നു വരികയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നും അന്തർ സർവീസ് നടത്തുന്ന ബസ്സിൽ വന്ന് കൊടകരയിൽ ഇറങ്ങി മേൽപ്പാലത്തിന് കീഴിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനം ലക്ഷ്യമാക്കി നടന്നുവരുമ്പോഴാണ് ഇവരെ പോലീസ് സംഘം പിടികൂടിയത്. 10 ലക്ഷം രൂപ ചില്ലറ വിപണിയിൽ വില വരുന്ന ഈ മയക്കുമരുന്ന് 1 ലക്ഷത്തിലേറെ രൂപ നൽകിയാണ് ബാംഗ്ലൂരിൽ നിന്നും ഇവർ വാങ്ങിയത്. ബാംഗ്ലൂരിൽ ഇവർക്ക് രാസലഹരി കൈമാറിയ അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘത്തെപ്പറ്റിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ദേശീയപാതയിൽ ശനിയാഴ്ച ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പലൂരിലും പേരാമ്പ്രയിലും വാഹനങ്ങൾ ഏറെ നേരം കുടുങ്ങിക്കിടന്നു. തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലായിരുന്നു ആമ്പലൂരിൽ ബ്ലോക്ക് അനുഭവപ്പെട്ടത്. പേരാമ്പ്രയിൽ കൊച്ചി ഭാഗത്തേക്കും തൃശൂർ ഭാഗത്തേക്കുമുള്ള പാതകളിൽ വലിയ തിരക്കായിരുന്നു. ശനിയാഴ്ച രാവിലെ ഇവിടെ മാത്രം അരമണിക്കൂറോളം വാഹനങ്ങൾ കുടുങ്ങി. ആമ്പലൂരിൽ കുഴികൾ നിറഞ്ഞ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ഇഴഞ്ഞാണ് നീങ്ങിയത്.
രാവിലെ പുതുക്കാട് വരെയും വാഹനനിര നീണ്ടു. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാമെന്ന NHAIയുടെ വാഗ്ദാനം ഇതുവരെയും നടപ്പായില്ല. ഗതാഗതക്കുരുക്ക് തീരും വരെ ടോൾ ഒഴിവാക്കിക്കൊണ്ട് കളക്ടർ ഉത്തരവിറക്കിയിരുന്നു. കുരുക്ക് ഉടൻ പരിഹരിക്കാമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ടോൾ പിരിവ് പുനരാരംഭിച്ചത്. ടോൾ കമ്പനിക്ക് അനുകൂലമായി പിരിവ് പുനരാരംഭിക്കാൻ NHAI അതിവേഗത്തിലാണ് സർക്കാരിൽ സമ്മർദ്ദം നടത്തിയത്. അതേസമയം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഗതാഗതക്കുരുക്ക് ഇല്ലാതാക്കാൻ NHAI ഒന്നും ചെയ്തില്ലെന്നും യാത്രക്കാർ ആരോപിക്കുന്നു. വലിയ വാഹനനിരക്ക് കുപ്രസിദ്ധി ആർജിച്ച പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് മാർഗനിർദ്ദേശവുമായി ഹൈക്കോടതി. ടോൾ പ്ലാസയിലെ വാഹനനിര 100 മീറ്ററിലധികമാകരുതെന്നാണ് പ്രധാന നിർദ്ദേശം. 100 മീറ്ററിൽ വാഹനനിര കൂടിയാൽ ടോൾ ബൂത്ത് തുറന്ന് വാഹനങ്ങൾ ടോൾ ഇല്ലാതെ കടത്തിവിടണം. ഒരു വാഹനത്തിൽ നിന്നുള്ള ടോൾ പിരിവ് 10 സെക്കൻഡിനുള്ളിൽ അവസാനിപ്പിക്കണം. 10 സെക്കൻഡിനുള്ളിൽ വാഹനങ്ങൾ കടന്നുപോകുന്നുവെന്ന് ഉറപ്പാക്കുകയും വേണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. നിർദ്ദേശം കർശനമായി പാലിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ ദേശീയപാത അതോറിറ്റി 2021 പ്രഖ്യാപിച്ച മാർഗനിർദ്ദേശം പാലിക്കണമെന്നാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ്, ജസ്റ്റിസ് P കൃഷ്ണകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. പൊതുപ്രവർത്തകനായ OJ ജെനീഷ്, അഡ്വക്കേറ്റ് ശ്രീലക്ഷ്മി സാബു വഴി ഫയൽ ചെയ്ത പൊതുതാൽപര്യ ഹർജിയാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. നിർദ്ദേശങ്ങൾ പാലിക്കുന്നുവെന്ന് ദേശീയപാത അതോറിറ്റി ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്നതിൽ സത്യവാങ്മൂലം നൽകണം. ഹർജി മെയ് 21 വീണ്ടും പരിഗണിക്കുമെന്ന് ഹൈക്കോടതി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 43 ലക്ഷം രൂപയിൽ നവീകരിക്കുന്ന തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ KR ബാബു സ്മാരക റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. 350 മീറ്റർ നീളവും സൈഡ് പ്രൊട്ടക്ഷൻ ഉൾപ്പെടെ ആണ് പ്രവൃത്തി നടപ്പിലാക്കുന്നത്. പുലക്കാട്ടേക്കര ഷട്ടറിന്റെ അവിടെ നിന്നുള്ള തകർന്ന് തരിപ്പണായി കിടക്കുന്ന റോഡ് ഞാൻ ഏതെങ്കിലും ഒരു റോഡിന് ആദ്യം കൊടുക്കല്ല ചെയ്ത് ഇവരായിട്ട് ആലോചിച്ചു. നിലവിലുള്ള ഇവിടുത്തെ ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ളവരും പൊതുപ്രവർത്തകരുമായിട്ടുള്ള CPMന്റെ നേതാക്കന്മാരെ കൂടി ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരാൾ തന്നെ ഇരുന്ന് ഒരു കാര്യം തീരുമാനിക്കല്ലേ, കൂട്ടായി ആലോചിച്ച്. 2 ദിവസങ്ങളിലായി പുതുക്കാട് നടന്നിരുന്ന കുടുംബശ്രീ കൊടകര ചാലക്കുടി ബ്ലോക്ക് ക്ലസ്റ്റർ കുടുംബശ്രീ അരങ്ങ് 2025 സമാപിച്ചു. കലോത്സവ സമാപന സമ്മേളനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷനായി. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ മുഖ്യാതിഥിയായി. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അമ്പിളി സോമൻ, കലാപ്രിയ സുരേഷ്, പുതുക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, പുതുക്കാട് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രതി ബാബു, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ CP സജീവൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ U സലീൽ, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ K രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഓൺ സ്റ്റേജ് ഇനത്തിലും ഓഫ് സ്റ്റേജ് ഇനത്തിലും ആയി 400ഓളം മത്സരാർത്ഥികൾ മാറ്റുരച്ച മത്സരങ്ങളിൽ 51 പോയിന്റുമായി പുതുക്കാട് CDS ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. ബ്ലോക്ക് ക്ലസ്റ്റർ തലത്തിൽ 1ാം സ്ഥാനം ലഭിച്ച മത്സരാർത്ഥികൾ അരങ്ങ് ജില്ലാ മത്സരത്തിലേക്ക് മത്സരിക്കുവാൻ അർഹത നേടി. 2025 ജില്ലാതല അരങ്ങ് മത്സരം മെയ് 11, 12 എന്നീ തീയതികളിൽ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചും സംസ്ഥാനതല അരങ്ങ് 2025 മെയ് 26 മുതൽ 28 വരെ കോട്ടയത്ത് വെച്ചും നടക്കും. നമ്മുടെ 2 ബ്ലോക്ക് പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ ചാലക്കുടി മുനിസിപ്പൽ കൗൺസിലിൽ ഉൾപ്പെടുന്ന ചാലക്കുടി ബ്ലോക്ക് ക്ലസ്റ്റർ എന്ന നിലയിൽ നാം ഇവിടെ അരങ്ങ് 2025 ഭാഗമായിട്ടുള്ള കലാമത്സര പരിപാടികൾ ഇവിടെ വിജയകരമായി സംഘടിപ്പിച്ച് അതിൻ്റെ പൂർത്തീകരണ സമാപന സമ്മേളനത്തിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ്. പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സംഘടിത കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ കലാരംഗത്ത് വളർച്ച അല്ലെങ്കിൽ കലാരംഗത്ത് കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ കേരള സംസ്ഥാനത്ത് ഇത്രയും വലിയ കേരളത്തിലെ സംസ്ഥാന യുവജനോത്സവമാണ് ഏറ്റവും ശക്തമായ മേള നിലവിലുള്ളത്. ഇന്നലെയും ഇന്നുമായി കൊടകര ചാലക്കുടി ബ്ലോക്കുകളിലെയും ചാലക്കുടി നഗരസഭയിലെയും വിവിധ CDSകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള അയൽക്കൂട്ടാംഗങ്ങളുടെയും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെയും കലാമത്സരങ്ങൾക്കാണ് ഇന്നിവിടെ തിരശ്ശീല വിടുന്നത്.
SSKയുടെ സ്റ്റാഴ്സ് പദ്ധതി പ്രകാരം ചെമ്പുച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന വർണ്ണക്കൂടാരത്തിന്റെ ശിലാസ്ഥാപനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ജിഷ ഹരിദാസ്, PTA പ്രസിഡന്റ് PS പ്രശാന്ത്, വിദ്യാലയ വികസന സമിതി ചെയർമാൻ T ബാലകൃഷ്ണ മേനോൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് NS വിദ്യാധരൻ, കൊടകര BPC VB സിന്ധു, TB ശിഖാമണി, പ്രിൻസിപ്പൽ T സതീഷ്, പ്രധാനാധ്യാപിക കൃപ കൃഷ്ണൻ, സീനിയർ അധ്യാപിക KG ഗീത എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിലും ഇന്ത്യയിലുമെല്ലാം വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ നടക്കുന്നു. നമ്മുടെ ഒരു തുടക്കവും നമ്മുടെ നാട്ടിലൊന്നും മറ്റുള്ള പലയിടത്തും ഉണ്ടാവില്ല. നേരത്തെ അശ്വതി പറഞ്ഞത് നമ്മുടെ ഗവൺമെന്റ് വളരെ കൃത്യമായി വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നത് കൊണ്ടാണ് വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളും കാര്യങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നത്. വർണ്ണക്കൂടാരം 10 ലക്ഷം രൂപ സ്റ്റാർസ് പദ്ധതി പ്രകാരം വിനിയോഗിച്ചുകൊണ്ടാണ് ഈ പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം പ്രീ പ്രൈമറി നമ്മളിവിടെ ഒരുക്കുന്നത്. നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നമ്മുടെ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അതുപോലെ തന്നെ പുറത്ത് നമുക്ക് ഈ പ്രവർത്തന ഇടങ്ങൾ ഒരുക്കുമ്പോൾ അത് നമുക്ക് ഷീറ്റ് മേഞ്ഞ് സംരക്ഷിക്കേണ്ടതൊക്കെ ഉണ്ട്. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ റപ്പായൽ മാലാഗയുടെയും വിശുദ്ധ ഗീവർഗീസിന്റെയും സംയുക്ത ഊട്ടുതിരുനാളും ദർശന തിരുനാളും ഞായറാഴ്ച ആഘോഷിക്കും. തിരുനാളോടനുബന്ധിച്ച് കൂടുതുറക്കൽ ശുശ്രൂഷ ശനിയാഴ്ച നടന്നു. വികാരി ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യ കാർമ്മികനായി. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 7-ന് കുർബാനയ്ക്ക് ശേഷം രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നേർച്ച ഊട്ട് വിതരണം ചെയ്യും. 10-നുള്ള ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജിഫി മേക്കാട്ടുകുളം മുഖ്യ കാർമ്മികനാകും. ഫാദർ ജിയാൻഡ്രോ മാഞ്ഞുരാൻ സന്ദേശം നൽകും. വൈകിട്ട് 4:30-ന് കുർബാന, തുടർന്ന് പ്രദക്ഷിണം എന്നിവയുണ്ടാകും. കനകമല സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി നടന്ന കൂടുതുറക്കൽ, വിശുദ്ധ കുർബാന എന്നീ തിരുക്കർമ്മങ്ങൾക്ക് ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തീർത്ഥാടന കേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ റെയ്സൺ തട്ടിൽ, ഫാദർ ഡേവിസ് വെളിയൻ എന്നിവർ സഹകാർമ്മികരായിരുന്നു. തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപവും തിരുശേഷിപ്പും പൊന്നാവും വഹിച്ചുകൊണ്ടുള്ള പ്രദർശനം നടന്നു. ഞായറാഴ്ച രാവിലെ ഫാദർ വിനിൽ കുരിശുതറയുടെ മുഖ്യ കാർമ്മികത്തിൽ തിരുനാൾ പാട്ടുകുർബാന, ഫാദർ ആന്റണി തെക്കീനത്തിന്റെ സന്ദേശം, ഉച്ചകഴിഞ്ഞ് 4-ന് സമൂഹ ബലി, തുടർന്ന് പ്രദർശനം എന്നിവ ഉണ്ടാകും. INTUC ജന്മദിനാഘോഷം പുതുക്കാട് റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി ആന്റണി കുറ്റോക്കാരൻ പതാക ഉയർത്തി. പുതുക്കാട് റീജിയണൽ പ്രസിഡന്റ് കല്ലൂർ ബാബു അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് PG സന്തോഷ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, അനിൽ കുനിയത്ത, സോമൻ മൂത്രത്തിക്കര, സുന്ദർ വെണ്ടോർ, തങ്കമണി മോഹനൻ, VP സരോജിനി തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിന്റെ ഊട്ടുതിരുനാളാഘോഷങ്ങൾക്ക് തുടക്കമായി. ശനിയാഴ്ച നടന്ന പാട്ടുകുർബാന, നേർച്ച പായസം, ആശീർവാദം, രൂപമെഴുന്നള്ളിച്ചു വെക്കൽ എന്നിവയ്ക്ക് റവറൻ ഫാദർ ഡോക്ടർ ആൻഡോ ചുങ്കത്ത് കാർമ്മികത്വം വഹിച്ചു. ഞായറാഴ്ച രാവിലെ 10:30-ന് ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പാട്ടുകുർബാന, ഫാദർ ജൂലിയസ് അറക്കലിന്റെ സന്ദേശം, തുടർന്ന് നേർച്ച ഊട്ട്, ഉച്ചകഴിഞ്ഞ് 3:45-ന് ഇടവകയിലെ വൈദികരുടെ കാർമ്മികത്വത്തിലുള്ള സെന്റ് ജോസഫ് ഫാമിലി കുർബാന, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, വാനിൽ വർണ്ണമഴ എന്നിവയുണ്ടാകും. ഈ വർഷം 17,000-ഓളം പേർക്കാണ് ഊട്ടുനേർച്ച ഒരുക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ഞങ്ങളുടെ സൃഷ്ടാവും പാലകനും രക്ഷകനും പരിപാലകനുമായ ദൈവമേ, അങ്ങയുടെ വിശ്വസ്തദാസനായ വിശുദ്ധ യോസേപ്പിന്റെ മധ്യസ്ഥം തേടി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ വത്സല മക്കളെ അനുഗ്രഹിക്കണമേ. വരാക്കര സൗത്ത് ഇൻഫന്റ് ജീസസ് പള്ളിയിൽ നവവൈദികൻ എഡ്വിൻ കൊമ്പന് സ്വീകരണവും ഇടവക ദിനാഘോഷവും ഞായറാഴ്ച വൈകിട്ട് 6-ന് നടക്കും. അതിരൂപത വികാരി ജനറൽ ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്യും. വികാരി ഫാദർ ജെയ്സൺ ചിറ്റ്ലപ്പള്ളി അധ്യക്ഷത വഹിക്കും. തുടർന്ന് ഇടവകയിലെ 100-ലേറെ കലാകാരന്മാർ ഒരുക്കുന്ന നായിനിലെ ഇവാൻ എന്ന നാടകവും അരങ്ങേറും. കൊടകര അഴകം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൊങ്കാല മഹോത്സവവും ഞായറാഴ്ച ആഘോഷിക്കും.
പുലർച്ചെ 4-ന് നട തുറപ്പ്, 4:30-ന് അഭിഷേകം, 5-ന് മഹാഗണപതി ഹോമം, രാവിലെ 8-ന് കലശപൂജ, തുടർന്ന് കളഭാഭിഷേകം, 8:15-ന് ബ്രാഹ്മണി പാട്ട്, 9-ന് പൊങ്കാല ദീപം തെളിയിക്കൽ, 9:30-ന് ഇരിങ്ങാലക്കുട സനീഷ് നനദുർഗയുടെ സോപാന സംഗീതത്തോടുകൂടി പൊങ്കാല അടുപ്പിൽ അഗ്നി പകരൽ, 11:30-ന് അന്നദാനം, വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക് എന്നിവയുണ്ടാകും. പുലർച്ചെ 4-ന് നട തുറപ്പ്, 4:30-ന് അഭിഷേകം, 5-ന് മഹാഗണപതി ഹോമം, രാവിലെ 8-ന് കലശപൂജ, തുടർന്ന് കളഭാഭിഷേകം, 8:15-ന് ബ്രാഹ്മണിപ്പാട്ട്, 9-ന് പൊങ്കാല ദീപം തെളിയിക്കൽ, 9:30-ന് ഇരിങ്ങാലക്കുട സനീഷ് നനദുർഗയുടെ സോപാന സംഗീതത്തോടുകൂടി പൊങ്കാല അടുപ്പിൽ അഗ്നി പകരൽ, 11:30-ന് അന്നദാനം, വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക് എന്നിവയുണ്ടാകും. തൃശൂർ പൂരത്തിന് 3 ദിവസം മാത്രം ശേഷിക്കെ തേക്കിൻകാട് മൈതാനിയിൽ നടന്നുവരുന്ന പൂരപ്രദർശനത്തിൽ തിരക്കേറുന്നു. തൃശൂർ പൂരം നടത്തിപ്പിന്റെ പ്രധാന വരുമാന സ്രോതസ്സായ പൂരപ്രദർശനത്തിൽ നാട്ടുവിപണി മുതൽ അറിവും വിജ്ഞാനവും പകരുന്ന ISROയുടെ ഉൾപ്പെടെ ഒട്ടേറെ പവലിയനുകളാണ് സന്ദർശകരെ കാത്തിരിക്കുന്നത്. തൃശൂർ പൂരാവേശത്തിലേക്ക് കടന്നു കഴിഞ്ഞു. മെയ് 6-ന് നടക്കുന്ന തൃശൂർ പൂരത്തിന് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ പൂരനഗരിയിലേക്കും പൂരം പ്രദർശനത്തിലേക്കും ജനങ്ങളുടെ ഒഴുക്കാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വസ്ത്ര കരകൌശല വസ്തുക്കളുടെ വിപണി മുതൽ വിജ്ഞാനപ്രദമായ ISROയുടെ പവലിയൻ വരെ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം കേരള പോലീസ്, കേരള വിഷൻ, ഗുരുവായൂർ ദേവസ്വം, തൃശൂർ കോർപ്പറേഷൻ, കേരള വെറ്റിനറി സർവകലാശാല, എക്സൈസ് വകുപ്പ് പവലിയനുകളും പ്രദർശനത്തിലെ ശ്രദ്ധാകേന്ദ്രങ്ങളാണ്. ഇതിൽ പോലീസ് എക്സൈസ് പവലിയനുകൾ പ്രദർശനത്തിനെത്തുന്നവർക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണവും സന്ദേശവും നൽകുന്നു. വിനോദവും വിജ്ഞാനവും നൽകുന്ന പ്രദർശനം ജനം ഏറ്റെടുത്തു കഴിഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടെയാണ് പ്രദർശനം കാണാൻ തൃശൂരിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇക്കുറി 180-ലധികം സ്റ്റാളുകളും 80 പവലിയനുകളും പ്രദർശനത്തിന്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. റോബോട്ടിക് മൃഗ പ്രദർശനവും സൂപ്പർ റിയാലിറ്റി 5D ഡോം തിയേറ്ററും പ്രദർശനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. പ്രദർശനത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുള്ള ഓഡിറ്റോറിയത്തിൽ എല്ലാ വൈകുന്നേരവും സാംസ്കാരിക പരിപാടികളും നടക്കുന്നുണ്ട്. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. നാഷണൽ ആയുഷ് മിഷൻ ഹോമിയോപ്പതി വകുപ്പിന് കീഴിലുള്ള ആശുപത്രികളിലേക്കും മറ്റു പദ്ധതികളിലേക്കുമായി ഫാർമസിസ്റ്റ്, ഹോമിയോ, GNM നഴ്സ്, മൾട്ടിപർപ്പസ് വർക്കർ, കാരുണ്യ പ്രോജക്ട് എന്നീ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, ഫോട്ടോ, യോഗ്യതാ സർട്ടിഫിക്കറ്റ്, ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡ് തുടങ്ങിയ രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ മെയ് 20-ന് വൈകിട്ട് 5-ന് മുൻപായി തപാൽ വഴിയോ നേരിട്ടോ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ 0487 2939 1910. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,755 രൂപയും പവന് 70,040 രൂപയും രേഖപ്പെടുത്തി. ആമ്പല്ലൂർ എരിപ്പോട് ഇല്ലിക്കൽ അനിരുദ്ധൻ ചെന്നൈയിൽ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ പരേതയായ രാധ, അനിത, അജിത്, പരേതയായ അജിത എന്നിവർ മക്കളും, ഹരി, ചന്ദ്രൻ, ജീജ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 150 ഗ്രാം മുന്തിയ ഇനം രാസലഹരിയുമായി ഡാർക്ക് മർച്ചന്റ് എന്നറിയപ്പെടുന്ന ദീപക്കും നോർത്ത് പറവൂർ സ്വദേശിനി ദീക്ഷിതയും കൊടകരയിൽ പോലീസ് പിടിയിൽ. 10 ലക്ഷം രൂപ വിലമതിക്കുന്ന MDMAയുമായാണ് പ്രതികൾ പിടിയിലായത്. ദേശീയപാതയിൽ ശനിയാഴ്ച ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പലൂരിലും പേരാമ്പ്രയിലും വാഹനങ്ങൾ ഏറെ നേരം കുടുങ്ങിക്കിടന്നു. തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലായിരുന്നു ആമ്പലൂരിൽ ബ്ലോക്ക് അനുഭവപ്പെട്ടത്. വലിയ വാഹന നിരക്ക് കുപ്രസിദ്ധി ആർജിച്ച പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് മാർഗനിർദ്ദേശവുമായി ഹൈക്കോടതി. ടോൾ പ്ലാസയിലെ വാഹനനിര 100 മീറ്ററിലധികമാകരുതെന്നാണ് പ്രധാന നിർദ്ദേശം. നടപ്പാക്കിയില്ലെങ്കിൽ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്നതിന് സത്യവാങ്മൂലം നൽകണം. ഹർജി മെയ് 21-ന് വീണ്ടും പരിഗണിക്കുമെന്ന് ഹൈക്കോടതി പറഞ്ഞു. 43 ലക്ഷം രൂപയിൽ നവീകരിക്കുന്ന തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ KR ബാബു സ്മാരക റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. SSKയുടെ സ്റ്റാൾസ് പദ്ധതി പ്രകാരം
ചെമ്പുച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന വർണ്ണകൂടാരത്തിന്റെ ശിലാസ്ഥാപനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. കുടുംബശ്രീ കൊടകര ചാലക്കുടി ബ്ലോക്ക് ക്ലസ്റ്റർ അരങ്ങ് 2025 സമാപിച്ചു. ഓവർ റോഡ് ചാമ്പ്യന്മാരായി പുതുക്കാട് CDS. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.